സമയം രാത്രി 10 മണി. നാളെ സ്കൂളിൽ പരീക്ഷയുണ്ട്. എങ്കിലും നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് റീൽസ് നോക്കിയേക്കാന്ന് വിചാരിച്ച് ഫോൺ എടുക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ കുറ്റബോധമുണ്ട്, ഉറക്കവും വരുന്നുണ്ട്, എങ്കിലും സ്ക്രോളിംഗ് നിർത്താൻ തോന്നുന്നില്ല. മക്കളെ, ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് സർ എന്ന് പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ വിൽ പവറിന്റെ പ്രശ്നമല്ല, റാദർ നിങ്ങളുടെ ബ്രെയിൻ ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതെന്നും എങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാമെന്നുള്ളതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് ചാടണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. റീൽസിനോടുള്ള നിങ്ങളുടെ അഡിക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഡോപ്പമിനെ മനസ്സിലാക്കണം. പൊതുവെ നമ്മൾ പറയാം, നമ്മൾ റീൽസ് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിവാർഡ് കിട്ടുന്നു, അപ്പം ഡോപ്പമിൻ റിലീസ് ആവുന്നതാണ്. ഇതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ അഡിക്ഷന്റെ ആക്ച്വൽ കാരണം ഈ റിവാർഡ് അല്ല. ഇൻസ്റ്റാഗ്രാം റീൽസിനോടുള്ള അഡിക്ഷൻ പൊതുവെ ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്, അപ്പം നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. ഡോപ്പമിൻ ഒരു ഹാപ്പിനെസ് മോളിക്യൂൾ അല്ല, മോട്ടിവേഷൻ മോളിക്യൂൾ ആണെന്നുള്ളതിന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബിഹേവിയർ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കിട്ടും, നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അഡിക്ഷന്റെ റീസൺ ഇതല്ല എന്ന് ഞാൻ പറഞ്ഞാലോ. നിങ്ങളുടെ അഡിക്ഷന്റെ റീസൺ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുമ്പോൾ ഡോപ്പമിൻ റിലീസ് ആവുന്ന പോലെയല്ല, അതിന്റെ നെക്സ്റ്റ് ലെവലിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, വിച്ച് ഇസ് കോൾഡ് റിവാർഡ് പ്രഡിക്ഷൻ എറർ. എന്താണ് ഈ റിവാർഡ് പ്രഡിക്ഷൻ എറർ? നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ സ്കൂൾ കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ടിനും കൂടെ വൈകുന്നേരം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഇന്നേ വരെ പറയാത്ത ഒരു കാര്യം പറയുന്നു, എടാ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാം. നാം പെട്ടെന്ന് പറയും. ആ ഒരു നിമിഷം തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ഭയങ്കര അധികം ഡോപ്പമിൻ ആക്ച്വലി റിലീസ് ആവും. ഇവിടെ സംഭവിച്ചത് നിങ്ങൾ റിവാർഡ് കിട്ടിയിട്ട് പോലില്ല, നിങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് പോലില്ല, അതിന്റെ മുൻപ് തന്നെ ഡോപ്പമിൻ റിലീസ് ആവുന്നു. അതിന്റെ കാരണമാണ് ഈ റിവാർഡ് പ്രഡിക്ഷൻ എറർ. കാരണം നിങ്ങളുടെ ബ്രെയിന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു റിവാർഡാണ്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഓഫ് റിവാർഡ് എന്തായിരുന്നു അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ? കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ആക്ച്വലി നടന്ന എന്താണ്, ഭയങ്കര വലിയൊരു റിവാർഡ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടി. ഇതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് പ്രഡിക്ഷൻ എറർ. കാരണം നിങ്ങളൊന്നും പ്രഡിക്റ്റ് ചെയ്തില്ല റിവാർഡ് കിട്ടുന്നു, പക്ഷെ ആക്ച്വലി റിവാർഡ് കിട്ടി. അപ്പോൾ ഒരു പോസിറ്റീവ് പ്രഡിക്ഷൻ എറർ നടന്നു. അങ്ങനെ പോസിറ്റീവ് പ്രഡിക്ഷൻ എറർ നടക്കുമ്പോൾ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഡോപ്പമിൻ റിലീസ് ആവും. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ സർപ്രൈസ് പാർട്ടിയൊക്കെ ഇത്രയധികം വർക്ക് ആവുന്നത്. ഇന്ന് ഇമാജിൻ ചെയ്തു മറ്റൊരു സിനാരിയോ. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ പറയാണ്, എടാ ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരു ഐസ്ക്രീം അടിക്കാം, എൻ്റെ അടുത്ത് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോപ്പമിൻ റിലീസ് ആവുക ആ പറയുമ്പോഴാണ്, ആ ക്യൂ കിട്ടുമ്പോഴാണ്. പിന്നെ ഐസ്ക്രീം കഴിക്കുമ്പോൾ കാര്യമായ ഡിഫറൻസ് ഉണ്ടാവില്ല എന്നാണ് സത്യം. അപ്പം നിങ്ങളുടെ ഡോപ്പമിൻ പ്രൊഫൈൽ ഏതാണ്ട് ഈ രീതിയിലായിരിക്കും ഉണ്ടാവും. നിങ്ങൾക്ക് ക്യൂ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് റിവാർഡ് കിട്ടും. ഇവിടെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് വൈകുന്നേരം ഐസ്ക്രീം കഴിക്കുമ്പോൾ ആക്ച്വലി കുറച്ച് ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇമാജിൻ ചെയ്യും, അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസം ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട് ക്ലാസ് റൂമിൽ നിന്ന് പറയുകയാണ് നമുക്ക് ഐസ്ക്രീം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഐസ്ക്രീം കഴിക്കുമ്പോൾ കാര്യമായൊരു ഡോപ്പമിൻ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഓരോ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പറയുമ്പോൾ എന്താണ് ഭയങ്കരമായൊരു ഡോപ്പമിൻ റിലീസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ക്യൂ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഡോപ്പമിൻ റിലീസ് ആവുക. എന്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഐസ്ക്രീം കഴിക്കുമ്പോൾ ഡോപ്പമിൻ റിലീസ് ആവാത്തത്? അതിനെ വിളിക്കുന്ന പേരാണ് നോ പ്രഡിക്ഷൻ എറർ. അതായത് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ല റിവാർഡ് കിട്ടുന്നു. എന്നിട്ട് ആക്ച്വലി ആ റിവാർഡ് കിട്ടുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിവാർഡ് നമുക്ക് ഓൾറെഡി കിട്ടുകയാണെങ്കിൽ അവിടെ എക്സ്ട്രാ ഹാപ്പിനെസ് അഥവാ എക്സ്ട്രാ ഡോപ്പമിൻ ഒന്നും നിങ്ങളുടെ ബ്രെയിനിൽ റിലീസ് ആവില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് നോ പ്രഡിക്ഷൻ എറർ. കാരണം നമ്മൾ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്തതിൽ ഒരു എററും ഇല്ല. അങ്ങനെ എറർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡോപ്പമിൻ റിലീസ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവില്ല. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അൽഫാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ മേ ബി ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് അൽഫാം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്, അൽഫാം കഴിക്കണം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷെ ആക്ച്വലി അൽഫാം കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അതായത് അതിന്റെ മുൻപുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ. ആക്ച്വലി കഴിക്കുമ്പോൾ അത്ര അല്ലെ കഴിച്ച് കഴിയുമ്പോൾ ഒരു വലിയൊരു അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കാരണം ഈ നോ പ്രഡിക്ഷൻ എറർ ആണ്. കാരണം നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത റിവാർഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഡോപ്പമിൻ റിലീസ് ഇല്ല. സോ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭയങ്കര ഹാപ്പി ആക്കണമെങ്കിൽ ഈ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ നേരത്തെ പറയാതെ അവർക്ക് ആ ഒരു റിവാർഡ് അല്ലെ ആ ഒരു സാധനം കൊടുക്കുക. അപ്പോൾ ജനറലി അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിനാരിയോ ഉണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് വൈകുന്നേരം ഐസ്ക്രീം കഴിക്കാം, കടയിൽ പോയി നോക്കുമ്പോൾ ഐസ്ക്രീം ഇല്ല, നിങ്ങൾക്ക് റിവാർഡ് കിട്ടിയിട്ടില്ല. അല്ലെ നിങ്ങൾ എമ്പുരാന്റെ ട്രെയിലർ കണ്ടു ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോകുന്നു, തിയേറ്ററിൽ നിന്നിപ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നില്ല, ആ റിവാർഡ് കിട്ടിയില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡോപ്പമിനിലെ എമൗണ്ട് കുറയുകയാണ് ചെയ്യുക, ഗ്രാഫ് താഴേക്ക് ഡിപ്പ് ആവുകയാണ് ചെയ്യുക. ഇതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് പ്രഡിക്ഷൻ എറർ.
അപ്പോൾ ഇതാണ് റിവാർഡ് പ്രഡിക്ഷൻ എറർ തിയറി. ഈ ഒരു തിയറി വളരെയധികം സ്റ്റഡി ചെയ്യപ്പെട്ട പ്രൂവൺ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇത് ആദ്യം സ്റ്റഡി ചെയ്തത് വുൾഫ്രം ഷുൾസ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേപ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആക്ച്വലി മങ്കീസിനെയാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ മങ്കീസിന് ഒരു ജ്യൂസ് കൊടുക്കും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡോപാമിൻ റിലീസ് ആണ്. ഒരു ബൾബ് കത്തുന്നത് കണ്ടിട്ട് അതിനോട് അസോസിയേറ്റഡ് ആയിട്ടാണ് എപ്പോഴും ഈ ജ്യൂസ് കൊടുക്കുന്നതെങ്കിൽ അപ്പം കാര്യമായ ഡോപാമിൻ റിലീസ് ഒന്നുമില്ല. ഡോപാമിൻ റിലീസ് കുറച്ച് ഉള്ളത് എപ്പോഴായിരിക്കും ഉണ്ടാവുക? ആ ബൾബ് കത്തുമ്പോഴായിരിക്കും, ആക്ച്വലി ജ്യൂസ് കഴിക്കുമ്പോഴല്ല. ഇതാണ് നമ്മുടെ നോ പ്രഡിക്ഷൻ എറർ. അതിന് അവസാനം നെഗറ്റീവ് പ്രഡിക്ഷൻ എറർ. ബൾബ് കത്തുന്നു പക്ഷേ ജ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ ഡോപാമിൻ താഴേക്കാണ് ഇപ്പോൾ നെഗറ്റീവ് പ്രഡിക്ഷൻ എറർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റിവാർഡ് പ്രഡിക്ഷൻ എററും നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസ് ആയിട്ടുള്ള അഡിക്ഷനും തമ്മിൽ എന്താണ് കണക്ഷൻ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനാരി ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എന്ത് റീലാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഒരു പൂച്ചയുടെ റീലാണോ, ഒരു പട്ടിയുടെ റീലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി റീലാണോ, ഏതൊരു സിനിമയുടെ ട്രെയിലർ ഭാഗം കട്ടൊക്കെ ചെയ്തിട്ട് ഭയങ്കര മാസ് റീലാണോ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീഡിൽ ഒരു ക്യൂട്ട് പൂച്ചയുടെ ഒരു റീൽ ഇങ്ങനെ വരുന്നു, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് പ്രഡിക്ഷൻ എററാണ്. ഭയങ്കര റിവാർഡ് കിട്ടുകയും ഡോപാമിൻ ഭയങ്കര കാര്യമായിട്ട് റിലീസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡോപാമിൻ റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഇത് ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഡോപാമിൻ റിലീസുമായിട്ട് ആക്ച്വലി അസോസിയേറ്റ് ചെയ്ത ക്യൂ ആണ്. ക്യൂ എന്തായിരുന്നു? ക്യൂ റീല് കാണുന്ന പോലെയല്ല, ക്യൂ സ്ക്രോൾ ചെയ്യുന്നതാണ്. ആ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആക്ച്വലി എന്ത് ചെയ്യുക, ആ ഒരു ഹിറ്റ് കിട്ടുക അടുത്ത പ്രാവശ്യമൊക്കെ. ഇത് ആക്ച്വലി കുറേ നാളിങ്ങനെ ചെയ്ത് വരുമ്പോഴാട്ടോ ഒന്ന് നടക്കുക. ഒറ്റ പ്രാവശ്യം ആദ്യമായിട്ട് റീല് കാണുമ്പോഴല്ലേ ഒന്ന് നടക്കുക. മെല്ലെ മെല്ലെ നിങ്ങളുടെ ഹാബിറ്റായി മാറുമ്പോൾ ആ സ്ക്രോളിംഗ് ആണ് നിങ്ങൾക്ക് ഭയങ്കര അഡിക്ഷൻ ആവുക. ആ സ്ക്രോളിംഗ് അതുകൊണ്ടാണ് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാണൽ നമുക്ക് വേണേൽ ഇടയ്ക്ക് വെച്ച് നിർത്താം, സ്ക്രോളിംഗ് നിർത്താൻ പറ്റില്ല അല്ലേ? ഓക്കെ, എന്നാലും ബാക്ക് ടു ദ പോയിന്റ്. നിങ്ങൾ വീണ്ടും സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങളുടെ ബ്രെയിൻ അറിയില്ല അടുത്ത റീൽ എന്താണ് വരാൻ പോകുന്നത്. ഇതേപോലെ പൂച്ചക്കുട്ടി തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ഒരു നിർബന്ധമില്ല. സ്ക്രോൾ ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ വീണ്ടും ഒരു കോമഡി, എന്തിനാണ് കൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി റീല് കാണുന്നു. വീണ്ടും എക്സ്പെക്ടേഷൻ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പോസിറ്റീവ് പ്രഡിക്ഷൻ എററാണ്. വീണ്ടും നിങ്ങളുടെ ബ്രെയിൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നു. ഇപ്രാവശ്യം നിങ്ങൾ എന്തോ കൺസ്ട്രക്ഷൻ എന്തോ വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ ഒരു റീൽ നിങ്ങൾ കണ്ടപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, വെറുതെ ടൈം പാസിനുള്ള എന്തൊക്കെയോ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. പക്ഷേ എന്താ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ മേ ബി നോ പ്രഡിക്ഷൻ എറർ. വീണ്ടും നിങ്ങൾ കുറച്ച് എക്സ്പെക്ടേഷൻ നിങ്ങൾ ഡൗൺ ആയി. കാരണം ഇത് ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. നിങ്ങൾ നോക്കുന്നു, അപ്പോൾ ഉണ്ട് ഒരു മനുഷ്യൻ വന്നിട്ട് എന്തൊക്കെയോ സിനിമയെ പറ്റിയിട്ട് എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ വീണ്ടും മേ ബി നിങ്ങൾക്ക് നെഗറ്റീവ് പ്രഡിക്ഷൻ എററാണ് കിട്ടുക. നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും താഴെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്. അടുത്ത വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ബ്രെയിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം. അപ്പോൾ എക്സ്പെക്ടേഷൻ കുറച്ചിട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ആഡ് കാണുന്നു. ആഡ് കാണുമ്പോഴത്തേക്ക് വീണ്ടും റിവാർഡ് കുറഞ്ഞു. ഈ ഒരു സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നോർമലി എന്താ സംഭവിക്കുക, നിങ്ങളുടെ ബ്രെയിനിന്റെ എക്സ്പെക്ടേഷൻ, അതേ റിവാർഡിനുള്ള എക്സ്പെക്ടേഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 2-3 റീലായിട്ട് അത്രയും ഒരു ഹിറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല. മെല്ലെ മെല്ലെ എക്സ്പെക്ടേഷൻ ഇങ്ങനെ കുറഞ്ഞു, ഓൾമോസ്റ്റ് സീറോയിലേക്ക് എക്സ്പെക്ടേഷൻ ആയി. ഇനി എന്തായാലും അടുത്ത റീല് വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമഡി സാധനം വരുന്നത്. എക്സ്പെക്ടേഷൻ ഭയങ്കര കുറവാണ്, പക്ഷെ റിവാർഡ് ഭയങ്കര ഹൈ ആണ്, പോസിറ്റീവ് പ്രഡിക്ഷൻ എറർ ഭയങ്കര ഹൈ ആണ്. അപ്പോഴാണ് ശരിക്കും കാര്യമായിട്ട് ഡോപാമിൻ ഹിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ വീണ്ടും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻസൈറ്റ് എന്താണ്? ഇൻസ്റ്റഗ്രാം ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് മാത്രമല്ല ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് മാത്രം, അതായത് നിങ്ങൾക്ക് പൂച്ചയുടെ വീഡിയോസ് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ പൂച്ചയുടെ വീഡിയോസ് മാത്രം ഇൻസ്റ്റഗ്രാം ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. കാരണം അങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഓബ്വിയസ്ലി ഫസ്റ്റ് ടൈം എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അപ്പോൾ റിവാർഡ് കിട്ടുന്നു, അപ്പോൾ ഭയങ്കര പോസിറ്റീവ് പ്രൊഡക്ഷൻ നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡോപാമിൻ റിലീസ് നമുക്ക് നടക്കുന്നത്. പക്ഷേ മെല്ലെ മെല്ലെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താ മുകളിലേക്ക് വരും. നിങ്ങൾക്ക് അറിയാം അടുത്ത റീലും അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ അടുത്ത റീലും പൂച്ചിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എക്സ്പെക്ടേഷൻ ഭയങ്കര വന്നു കഴിഞ്ഞാൽ ഈ ഡോപാമിൻ റിലീസ് എന്താണ്, അത് ഓൾമോസ്റ്റ് സീറോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആ വീണ്ടും ചെയ്യാൻ തോന്നില്ല. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും നിങ്ങൾക്കത് ബോറടിക്കാൻ തോന്നും. ഈ ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർക്ക് നമ്മളെക്കാളൊക്കെ എത്രയോ അടിപൊളിയായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കോഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, അവിടെ എത്രയോ ബിഹേവിയറൽ സയന്റിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ടീമാണ് അവർ. കോടിക്കണക്ക് ആൾക്കാരുടെ റിയൽ ടൈം ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് ഡേറ്റയും മാത്രമല്ല, സൈക്കോളജിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസൈറ്റ്സും റിസർച്ചും ഒക്കെ പഠിച്ചവരാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു 10 ഇരട്ടി വിവരമെങ്കിലും അവർക്ക് ആക്ച്വലി ഉണ്ട് എന്ന് മാത്രമല്ല, അവരത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യും. അതുകൊണ്ടാണ് അവർ എപ്പോഴും നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെ നിങ്ങളുടെ സെയിം തീമിലെ കണ്ടന്റ് തരാതെ ഇങ്ങനെ നിങ്ങളുടെ എക്സ്പെക്ടേഷനെ ഇങ്ങനെ ഒരു മുൾമുലയിൽ നിർത്തുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്ന പോലെയാണോ? ഒരിക്കലും അല്ല. റാദർ നിങ്ങൾ ഓരോ പ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഗാംബിളിംഗ് കളിക്കുന്ന പോലെയാണ്.
ഇത് ഡൈസ് റോൾ ചെയ്യുന്ന പോലെയാണ്. ഡൈസ് റോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വീഴാന്നറിയോ? നിങ്ങൾക്ക് എന്താണ് റിവാർഡ് കിട്ടുക, എത്ര പൈസ കിട്ടുക നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പോലെയാണ് ഇൻസ്റ്റഗ്രാം നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്ന പോലെ അല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ബ്രെയിനിന് ഒരിക്കലും അങ്ങനെയല്ല. അപ്പൊ ഓരോ പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക എന്നറിയില്ല. അപ്പൊ പോസിറ്റീവ് പ്രൊഡിക്ഷൻ എറർ, നെഗറ്റീവ് പ്രൊഡിക്ഷൻ എറർ. പക്ഷെ ഒബ്വിയസ്ലി അവസാനം നോക്കുമ്പോൾ കൂടുതൽ പോസിറ്റീവ് പ്രൊഡിക്ഷൻ എറർ ആയിരിക്കും നിങ്ങളെ ഇങ്ങനെ ഗാംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാക്ട്ലി ഗാംബിളിംഗ് തന്നെയാണ് ഇങ്ങനെ അതിൽ നിർത്താൻ വേണ്ടിയിട്ട്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഒരു സ്കില്ല് വേണ്ടാത്ത ഗെയിമാണെന്ന് നമുക്ക് അറിയുമ്പോഴും ലൂഡോ ഒക്കെ എത്ര ആൾക്കാരെ കളിക്കുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലൊക്കെ പോയിട്ട് ലൂഡോ ഗെയിമിന്റെ ഡൗൺലോഡ്സ് റിവ്യൂസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ആൾക്കാർ ഒരു സ്കില്ല് ആവശ്യമില്ലാത്ത ഗെയിം കളിക്കുന്നതിന്റെ കാരണം എന്താണ്? അവിടെ ഈ പോസിറ്റീവ് പ്രൊഡിക്ഷൻ എറർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒബ്വിയസ്ലി ഇടയ്ക്ക് നെഗറ്റീവ് പ്രൊഡിക്ഷൻ എറർ ഒക്കെ വരും, പക്ഷെ മോസ്റ്റ്ലി എന്തായിരിക്കും? പോസിറ്റീവ് പ്രൊഡിക്ഷൻ എറർ ആയിരിക്കും. നമ്മൾ വെറുതെ റോളിംഗ് സമയത്ത് നമുക്ക് അറിയില്ല 6 ആണോ വീഴ, 3 ആണോ വീഴ, 1 ആണോ വീഴാണ്. പക്ഷെ അവിടെ ഒരു 6 വീണാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു ഗെയിമിലേക്ക് തിരിച്ചു വരും. നമ്മൾ ജയിച്ചാൽ, നമ്മുടെ ആ സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഗെയിമിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു സ്കില്ലില്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടിരിക്കും ഡ്യൂ ടു റിവാർഡ് പ്രൊഡിക്ഷൻ എറർ. ഇതിന്റെ നെക്സ്റ്റ് ലെവലാണ് ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്നത് എന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇൻസ്റ്റഗ്രാം അഡിക്ഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാരണം മനസ്സിലാക്കി സ്ഥിതിക്ക് അടുത്തുള്ള ചോദ്യം, ഇത് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം? ഒബ്വിയസ്ലി ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു സൊല്യൂഷൻ ഒന്നുമില്ല. ഒരു ഒറ്റമൂലി ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ സോഷ്യൽ മീഡിയ അഡിക്ഷനും പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥമില്ല. പക്ഷെ ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങളുടെ ചേഞ്ചസ് വരേണ്ടത് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിലൂടെയാണ്. അടുത്ത പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ക്രോൾ ചെയ്തോ, പക്ഷെ ബി മൈൻഡ്ഫുൾ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഈ ഒരു സംഗതി നടക്കുന്നുണ്ട്, റിവാർഡ് പ്രൊഡിക്ഷൻ എറർ നടക്കുന്നുണ്ടെന്നും ആ ഒരു സംഗതി ഇൻസ്റ്റാഗ്രാമുകാർ നന്നായി മുതലാക്കുന്നുണ്ടെന്നും അതുവഴി നിങ്ങളുടെ സമയം കുറെ പോകുന്നുണ്ടെന്നുള്ള കാര്യം ബോധത്തോടെ നിങ്ങൾ ചെയ്താൽ തന്നെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് എന്താണ് അതിനോട് ചെറിയൊരു അവേർഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലാതെ സിമ്പിൾ ടെക്നീക്സ് എല്ലാവരും പറയുന്ന പോലത്തെ ഞാനും പറഞ്ഞുതരാം. അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊന്നും എഫക്റ്റീവ് അല്ലാത്തതല്ല. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്നീക്സ് എന്താണ്? നിങ്ങൾ ടൈമർ വെക്കുക. ഒരു ടൈമർ വെച്ചിട്ട് നിങ്ങളിത് നേരത്തെ നിങ്ങൾ തീരുമാനിച്ച് ഞാൻ ഒരു 10 മിനിറ്റത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നു വിചാരിച്ചാൽ തന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ എന്താണ് ഓൾറെഡി എക്സ്പെക്ടേഷൻ വെച്ചു. ആ 10 മിനിറ്റിൽ എനിക്ക് നല്ല രസമായിരിക്കും എന്നുള്ള കാര്യം എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും റിവാർഡ് കിട്ടില്ല, അല്ലെ അറ്റ്ലീസ്റ്റ് അത്രത്തോളം ഡോപ്പമിൻ റിലീസ് ആവില്ല. കാരണം എന്താണ്? റിവാർഡ് പ്രൊഡിക്ഷൻ എറർ നിങ്ങൾ പ്രൊഡിക്ട് ചെയ്ത് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുക. നോ പ്രൊഡിക്ഷൻ എറർ സിറ്റുവേഷൻ ആണ്, ഡോപ്പമിൻ കാര്യമായിട്ട് റിലീസ് ആവില്ല. വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. മറ്റേതുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാനൊന്നും അല്ലാതെ വെറുതെ ഇങ്ങനെ ബെഡിൽ എടുക്കുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല സമയത്ത് നിങ്ങൾ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, അല്ല ഇവൻ വേഴ്സ് നിങ്ങൾ പഠിക്കുന്നതിനെ പറ്റി ആലോചിക്കില്ല. പഠിക്കേണ്ട സിറ്റുവേഷനിൽ ഈ സാധനം ചെയ്യുമ്പോൾ എന്താണ്? പഠിക്കാന്ന് പറഞ്ഞാൽ തന്നെ ബ്രെയിൻ മൊത്തത്തിൽ ആ വൈകുന്നേരം അല്ല ആ രാത്രി എക്സ്പെക്ടേഷൻ ഭയങ്കര താഴെയാണ് റിവാർഡിനെ പറ്റിയിട്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഭയങ്കര പോസിറ്റീവ് പ്രൊഡിക്ഷൻ എറർ ആയിരിക്കും. അപ്പൊ ഈ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് ആ ഒരു റിവാർഡ് പ്രൊഡിക്ഷൻ എറർ നമ്മുടെ അഡ്വാൻറ്റേജിലേക്ക് കൊണ്ടുവരാം. സിമ്പിൾ ട്രിക്കാണ്, പക്ഷെ മെല്ലെ മെല്ലെ നിങ്ങളത് ശീലമാക്കിയാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഒരു സിമ്പിൾ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഫ്രിക്ഷൻ ഉണ്ടാക്കാം. ഓരോ പ്രാവശ്യം ഇൻസ്റ്റാഗ്രാം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ലോഗ് ഔട്ട് ചെയ്യുക, പറ്റുമെങ്കിൽ അൺഇൻസ്റ്റാളും കൂടി ചെയ്യാം. അങ്ങനെ ചെയ്തതിനുള്ള ഗുണം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഫ്രിക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, ലോഗിൻ ചെയ്യണം, ആ പാസ്വേഡ് റിമെമ്പർ പോലും ചെയ്യണ്ട, അതിൽ ഓട്ടോമാറ്റിക്കലി കൊടുക്കണ്ട. അത് ടൈപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ എന്താണ്? ആ ബ്രെയിനിന് കുറച്ച് ഫ്രസ്ട്രേഷനോ ആ ഒരു ഫ്രസ്ട്രേഷൻ ഓരോ പ്രാവശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്താണ്? ആ ഒരു ഹാബിറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ ഹാബിറ്റ് ലൂപ്പിനെ കുറച്ചുകൂടി വീക്കൻ ചെയ്യും. അത്രത്തോളം സ്ട്രോങ് ആയിരിക്കില്ല കമ്പയർ ടു നിങ്ങൾ വെറുതെ ഇൻസ്റ്റാഗ്രാം വെച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ചിലവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഞാൻ ചെയ്യാറില്ല, ചിലവർ എഫക്റ്റീവ് ആണെന്ന് പറയുന്നതാണ്, നിങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രേ സ്കെയിൽ മോഡിലേക്ക് ആക്കുക. അപ്പോൾ ഗ്രേ സ്കെയിൽ മോഡിലേക്ക് ആക്കുമ്പോൾ കുറേ സ്റ്റഡീസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫോണിലെ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും വരാത്തപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത്രത്തോളം സ്റ്റിമുലേറ്റഡ് ആവില്ല, ആ ഡോപ്പമിൻ റിലീസ് ഒന്നും അത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രവണത കുറഞ്ഞു കിട്ടും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് 2-3 ഞാൻ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും 1-2 നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ് ഫണ്ടമെന്റലി നിങ്ങളെ ഇതിനോട് അഡിക്റ്റഡ് ആണെന്നുള്ളതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ കാരണമാണ് നിങ്ങളെ എൻ്റെ അഭിപ്രായത്തിൽ ആക്ച്വലി ലിബറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോട് അവസാനം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഒരു ഗാംബിളിങ്ങിന് ഇറങ്ങുകയാണ്. ഒരു ഗാംബിളിംഗ് ഗെയിമിൽ നിങ്ങൾ കളിക്കാൻ പോവാണ്. ആകെയുള്ളത് ഗാംബിളിങ്ങിന് നിങ്ങൾ നഷ്ടപ്പെടുന്നത് സാധാരണ പൈസയാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ സമയമാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലൂടെ ഇൻസ്റ്റഗ്രാം കാണുന്ന എന്തോ ഈവിൾ ആണെന്നോ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ ലൈഫിന് ഒരു ബാലൻസ് ഉള്ള രീതിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ബാലൻസിൽ
മൊത്തം നിങ്ങളുടെ പഠനവും നിങ്ങളുടെ അല്ലാത്ത ഫാമിലി ടൈമും ഫ്രണ്ട്സിനോടുള്ള ടൈമും ഔട്ട്ഡോറും നിങ്ങളുടെ ഹെൽത്തും ഒക്കെ ഇതിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സാധനം അല്ലെ റീൽസോ അല്ലെ വാട്ടെവർ ആ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം മോശമായുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾ അത് ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ ഇൻസ്റ്റഗ്രാം ജീവിതത്തിൽ ഇല്ലാതെ സന്യാസി ആവണം എന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചില്ല. പക്ഷെ അതേസമയം ഇൻസ്റ്റഗ്രാം റീൽസിനോട് നിങ്ങൾക്ക് എങ്ങനെയാണ് അഡിക്ഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതിന്റെ കൃത്യമായിട്ടുള്ള റീസൺ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.